भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 753 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പ്രബുദ്ധൻ എന്ന ആ നവയോഗികളിൽ ശ്രേഷ്ഠനായ പ്രബുദ്ധന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രബുദ്ധൻ മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് തന്റെ വാക്കുകളെ നിമി മഹാരാജാവിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നു, ഒരു ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ആത്മീയമായ ആനന്ദത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അദ്ദേഹത്തെ പരിപൂർണമായി സമർപ്പണം ചെയ്തുകൊണ്ട്, ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യഭാവത്തിൽ ജീവിച്ചാൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ശിഷ്യനും ആ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ്. സർവതോ മനസോ സംഗം ആദൗ സംഗം ച സാധുഷു ദയാം മൈത്രീം പ്രശ്രയഞ്ച ഭൂതേഷ്വദ്ധ യഥോചിതം. ആദൗ സർവതഃ മനസഃ അസംഗം. ആദ്യം എല്ലാത്തിൽ നിന്നും മനസ്സിന്റെ സംഘമില്ലായ്മയും, തുടർന്ന് സാധുഷു സജ്ജനങ്ങളിൽ സംഘം ചേർച്ചയും, ഭൂതേഷു സകല പ്രാണികളിലും ദയാം കരുണയും, അതേപോലെ തന്നെ മൈത്രി മിത്രഭാവത്തെയും, പ്രശ്രയം ആ വണക്കത്തെയും, യഥോചിതം അദ്ധാ ശിക്ഷയിൽ വേണ്ട പോലെ യഥാർത്ഥമായിട്ട് അഭ്യസിക്കണം എന്നാണ്. ഭഗവാൻ സന്തോഷിക്കാൻ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യേണ്ടത്? ഒന്നാമത് ആദ്യം തന്നെ വിഷയങ്ങളുമായിട്ടുള്ള ചേർച്ച, അത് ഇല്ലാതെയാവണം. വിഷയസംഘം ഇല്ലാതെയാവണം. അവിടെ അസംഗം, സംഘമില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. തന്റെ ദേഹത്തെ താനെന്നും ഭാര്യാപുത്രാദികളൊക്കെ തന്റേതെന്നും ഉള്ള അഹന്തയും മമതയും
ഇല്ലാതെയാവണം. അങ്ങനെ ബുദ്ധിയെ, അത്തരത്തിലുള്ള ബുദ്ധിയെ, ആ ദുർബുദ്ധിയെ സമൂലം നശിപ്പിക്കണം. അത് നശിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് സംഘം വേണം. സംഘമില്ലാതെയാവാൻ സംഘം വേണം. എന്നാൽ ഈ സംഘം ആരുമായിട്ടാണ്? അത് സത്സംഗമാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണം. അവരുടെ അനുഷ്ഠാനങ്ങളെയും ഉപദേശങ്ങളെയും ആദരിച്ച് അഭ്യസിക്കണം. സകല ജീവജാലങ്ങളിലും ദയയും മൈത്രിയും ഒക്കെ ശീലിക്കണം. തന്നേക്കാൾ താണവർ, അത് പല രീതിയിലാവാം. സൗന്ദര്യം കൊണ്ടാവാം, അധികാരം കൊണ്ടാവാം, അതുമല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാവാം. ഇങ്ങനെ പല രീതിയിൽ തന്നേക്കാൾ താണവര്, ദുഃഖിതര് ആയിട്ടുള്ള ആളുകളിൽ ദയ, അതാണ് ദയ എന്ന് പറഞ്ഞത്. മൈത്രി എന്ന് പറഞ്ഞത് സമന്മാരിൽ മൈത്രി, തന്നെ പോലെയുള്ള ആളുകളിൽ മൈത്രി ഉണ്ടാവണം. തന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളിൽ ആദരവുണ്ടാവണം. അങ്ങതാണ് ഉചിതമായ രീതിയിൽ ദയ, മൈത്രി, വന്ദനം അല്ലെങ്കിൽ ആദരവ്, വണക്കം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ 3 വൃത്തികൾ സത്യത്തിൽ കാമാദി 16 വൃത്തികളിൽ 13 വൃത്തികളും സംസാരബന്ധത്തെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ ഈ 3 മൈത്രി, കരുണ, പ്രശ്രയം ഇത് സംസാരബന്ധത്തെ നശിപ്പിക്കുന്നതാണെന്നാണ്. ഈ വൃത്തികൾ തനിക്കുണ്ട്, താൻ ഭക്തനാണ് എന്ന് കാണിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതും ദുഃഖത്തിന് കാരണമാവാം. അതാണ് യഥാർത്ഥമായിട്ട് ഇവയുണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മൈത്രി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കരുണ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വന്ദനം, അങ്ങനെയല്ല വേണ്ടത്. അത് സ്വാഭാവികമായി ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കണം. അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള കെട്ടുകാഴ്ചയായി മാറരുത് എന്ന് ചുരുക്കം. ശൗചം തപസ്തിതിക്ഷാം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യമഹിംസാം ച സമത്വം ദ്വന്ദ്വസംജ്ഞയോ. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? ശൗചം, 2 തരത്തിലുള്ള ശുദ്ധി. തപസ്, അതേപോലെ തിതിക്ഷ. തിതിക്ഷ എന്ന് പറഞ്ഞാൽ ക്ഷമ. മൗനം, മൗനം തന്നെ. സ്വാധ്യായം, വേദപാഠം. ആർജവം, കപടമില്ലായ്മ. ബ്രഹ്മചര്യം, സ്ത്രീ സംഘമില്ലാതിരിക്കുക. അഹിംസാം ച, ഹിംസ ചെയ്യാതിരിക്കുക. ദ്വന്ദ്വസംജ്ഞയോ, പരസ്പര വിരുദ്ധങ്ങളായവയിൽ സമത്വം, തുല്യഭാവം ഒക്കെ ഉണ്ടാവണം. 2 തരത്തിലാണ് ശൗചം. മണ്ണുകൊണ്ടും ജലം കൊണ്ടും ശരീരശുദ്ധി വരുത്തുന്നത് ബാഹ്യ ശൗചവും, അഹങ്കാരം, കാപട്യം എന്നീ ദോഷവൃത്തികൾ ഇല്ലാതെ ഇരിക്കുന്നത് ആന്തരികമായ ശുദ്ധിയും അല്ലെങ്കിൽ ശൗചവുമാണ്. ഈ 2 തരത്തിലുള്ള ശൗചവും വേണം. പിന്നെ തന്റെ ധർമ്മം എന്താണോ സ്വധർമ്മം അതിനെ ആചരിക്കുക എന്നുള്ളതാണ് തപസ്. പിന്നെ എല്ലാ ദുഃഖത്തിന് കാരണമായ ഒന്നിനോടും പ്രതികാരവാഞ്ച കൂടാതിരിക്കുക, ഇതിന് തിതിക്ഷ എന്ന് പറയും. നമ്മളെക്കാൾ കഴിവുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ക്ഷമ കാണിക്കുകയല്ല, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവർ, നമ്മളോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തവരുടെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ക്ഷമയ്ക്കാണ് തിതിക്ഷ എന്ന് പറയുന്നത്. പിന്നെ ചിന്താവിലാപരഹിതമായി സ്വകർമ്മഫലം തന്നെ എന്ന് നിശ്ചയിച്ച് എല്ലാം സഹിക്കാനുള്ള ആ മനസ്സാന്നിധ്യം ഉണ്ടാവുക. വെറുതെ സംസാരിക്കാതിരിക്കുക, അതിന് മൗനം. അവനവന്റെ അധികാരത്തിനനുസരിച്ച് വേദം പഠിക്കുക, അത് സ്വാധ്യായം. മനസാ വാചാ കർമ്മണ പ്രവർത്തിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കാപട്യം കാണിക്കാതിരിക്കുക, ശുദ്ധമായ മനസ്സോടുകൂടിയിരിക്കുക, ഇതിന് ആർജവം. ബ്രഹ്മചര്യം, പ്രാണികളെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള അഹിംസ. സുഖം, ദുഃഖം, പുരസ്കാരം, തിരസ്കാരം, മാനം, അപമാനം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളിൽ ഒരിക്കലും മനസ്സ് ഇളകാതെ ഒരേ രീതിയിൽ അചഞ്ചലമായി ഇരിക്കുക, ഇതിന് സമത്വം. ഇതൊക്കെ ഭക്തനാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന് മോഹിക്കുന്ന ആളുകൾ ഇതൊക്കെ ശീലിക്കണം. പിന്നെ സർവത്ര ആത്മേശ്വരാന്വീക്ഷാം കൈവല്യമനികേതനം വിവിക്ത ചീരവസനം സന്തോഷം യേന കേനചിൽ. സർവത്ര ആത്മേശ്വരാന്വീക്ഷാം,
എല്ലാത്തിലും ആത്മാവിനെയും ഈശ്വരനെയും കാണുക. അതേപോലെ കൈവല്യം, ഏകാന്തമായ വാസം, അനികേതനം, ഗൃഹമില്ലാതിരിക്കുക, വിവിക്ത ചീരവസനം, പരിശുദ്ധമായ വസ്ത്രഖണ്ഡങ്ങൾ മാത്രം ധരിക്കുക, ഏന കേനചിൽ സന്തോഷം, എന്തെങ്കിലും കൊണ്ട് സന്തോഷിക്കുക. ഈ അവസ്ഥകൾ അഭ്യസിക്കണം യഥാർത്ഥ ഭക്തൻ. സ്ഥാവരങ്ങളിലും ജംഗമങ്ങളിലും എല്ലാത്തിലും ഭഗവാൻ ഇരിക്കുന്നു. തൂണിലും തുരുമ്പിലും കല്ലിലും മണ്ണിലും സകല ചരാചരങ്ങളിലും ഒരേയൊരു ഈശ്വരൻ തന്നെയാണ്. ആ ഭഗവാനാണ് തൻ്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക. പിന്നെ ഏകാന്തത്തിൽ വിഷയവിചാരം കൂടാതെ ഇരിക്കുക, ഗൃഹാദികളിലുള്ള അഭിമാനം ഉപേക്ഷിക്കുക, ശുദ്ധമായ വസ്ത്രങ്ങൾ, മരവുരി തുടങ്ങിയവയൊക്കെ ധരിക്കുക, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക, യദൃച്ഛാലാഭ സംതൃപ്തി, പ്രാരബ്ധമനുസരിച്ച് എന്താണോ കിട്ടുന്നത് അതിനെ സ്വീകരിക്കുക വളരെ സന്തോഷത്തോടുകൂടി. ആത്മാവ് സച്ചിദ്രൂപൻ, ഈശ്വരൻ, എല്ലാത്തെയും നിയന്ത്രിക്കുന്നവൻ, നശിക്കുന്ന സർവ്വസാധനങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നാശത്തിലും ഭഗവാൻ അനശ്വരനായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആരാലും പ്രകാശിപ്പിക്കപ്പെടാൻ കഴിയാതെ സകലതിനെയും പ്രകാശിപ്പിക്കുന്ന സ്വയം പ്രകാശിക്കുന്നവനാണ് ഈശ്വരൻ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രജാലങ്ങൾ, അഗ്നി, ഇതൊന്നിനെ പ്രകാശിപ്പിക്കുന്നു. ആര്? ഭഗവാൻ. അപ്പൊ സ്വയം പ്രകാശ ചിദ്രൂപമാണ് ഭഗവാൻ. ഇതാണ് ആത്മസ്വരൂപമായിട്ട് കാണുന്നത്. ഈ സകല ചരാചരങ്ങളും ആരുടെ പ്രേരണ കൊണ്ട്, ആരുടെ സങ്കല്പം കൊണ്ട് നിൽക്കുന്നുവോ അത് ആ ഭഗവാനാണ്. സൂര്യൻ ഉദിക്കുന്നതും കാറ്റ് വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും ഒക്കെ ഭഗവാന്റെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവായും ഈശ്വരനായും ഇരിക്കുന്നത് ഒരേ ഒരു ചൈതന്യം തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് വന്നാൽ സകലതിനെയും തന്നെ പോലെ കാണാനും സ്നേഹിക്കാനും സാധിക്കും. സ്വാർത്ഥത അവിടെ ഇല്ലാതെയായിട്ട് തീരും. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാപിഹി മനോവാക്കായ ദണ്ഡം ച സത്യം ശമദമാവപി. ഭാഗവതേ ശാസ്ത്രേ, ഭഗവത് ധർമ്മത്തെ കാണിച്ചു തരുന്ന ശാസ്ത്രങ്ങളിൽ ശ്രദ്ധ, അവിടെ ശ്രദ്ധ വേണം. എന്നാൽ അന്യത്ര, മറ്റ് ശാസ്ത്രങ്ങളിൽ അനിന്ദാം, അതിനെ നിന്ദിക്കാനും പാടില്ല. ആ ശാസ്ത്രങ്ങളും ഭഗവത് സങ്കല്പം തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നിന്ദിക്കാൻ സാധിക്കില്ല. പിന്നെ മനോവാക്കായ ദണ്ഡം, മനസ്സിനെയും വാക്കിനെയും ദേഹത്തിനെയും ദണ്ഡിക്കുക എന്നതിനെയും സത്യം, സത്യത്തെ മുറുകെ പിടിക്കുക, ശമദമൗ അപി, ശമത്തെയും ദമത്തെയും അഭ്യസിക്കുക, ഇതൊക്കെ ഭഗവാനെ ലഭിക്കാൻ, ഭഗവാനെ അറിയാനുള്ള വഴികളാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ, ഭഗവാന്റെ ലീലകളെ പാടുന്ന ഗ്രന്ഥങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും അതിനെ അനുസന്ധാനം ചെയ്യുകയും അതിലെ ഉപദേശങ്ങളെ സ്വീകരിക്കുകയൊക്കെ വേണം. എന്നാൽ ഇത് മാത്രം മതിയോ? അതിനെ വേണ്ട പോലെ വന്ദിക്കുന്ന നമ്മൾ മറ്റ് ശാസ്ത്രങ്ങളെ നിന്ദിക്കാമോ? അതും പാടില്ല എന്നാണ്. മറ്റ് ശാസ്ത്രങ്ങളെ നിന്ദിക്കാനേ പാടില്ല. പ്രാണായാമാദ്യ അനുഷ്ഠാനം കൊണ്ട് മനസ്സിനെ അടക്കുക, മൗനം കൊണ്ട് ഒതുക്കുക, ആഗ്രഹമില്ലാത്ത പ്രവൃത്തി കൊണ്ട് മനസ്സിനെ പരിശുദ്ധമാക്കുക. പിന്നെ സത്യം വദ ധർമ്മം ചര, എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. സത്യമേ പറയൂ എന്നുള്ള ആ രീതിയിൽ. അങ്ങനെ അന്ധക്കരണങ്ങളെയും കണ്ണ്, മൂക്ക്, ശ്രോത്രേന്ദ്രിയങ്ങൾ, ഇതിനെയൊക്കെ, ആ ബാഹ്യേന്ദ്രിയങ്ങളെ ഒക്കെ ഒതുക്കുക. വിഷയങ്ങൾ ദുഃഖത്തിന് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിഷയങ്ങളെ ഉപേക്ഷിക്കുക. അപ്പോ വിഷയങ്ങൾ ദുഃഖത്തിന് കാരണമാണ് എങ്കിലും മനസ്സ് പലപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപരിക്കും. കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്തിനോടെങ്കിലും താല്പര്യം വരുന്നു എന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാൻ ശ്രമിക്കണം ആദ്യത്തിൽ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ഒതുക്കുന്നതിനാണ് ദമം എന്ന് പറയുന്നത്. ഇത് രണ്ടും സഹായികളാണ്. അപ്പോൾ ഒന്ന് ശീലിക്കുമ്പോൾ മറ്റേതും ഇല്ലാതെയാവുന്നതാണ്.
ഇതിന് ഉള്ള എളുപ്പ വഴി, ഇന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഭാഗവത ധർമ്മങ്ങളെ കേൾക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാവർക്കും ഇത് സാധിക്കുമോ? ഭാഗവതത്തെ കേൾക്കാൻ സാധിക്കില്ല. നല്ല പുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഭാഗവതത്തെ കിട്ടൂ. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ എന്ന് പ്രഥമസ്കന്ധത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ്. അപ്പോ ഇങ്ങനെ ആ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ അന്യർ അങ്ങനെ ഇരിക്കുന്നില്ലെന്ന് കണ്ടാൽ അവരെയോ അവർ ശ്രദ്ധിക്കുന്ന അന്യശാസ്ത്രങ്ങളെയോ നിന്ദിച്ചാൽ അത് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരങ്ങനെ ചെയ്യണില്ല പറഞ്ഞ് നമ്മൾ അവരെ ഒരിക്കലും നിന്ദിക്കരുത് എന്നാണ്. അത് ഈശ്വരന്റെ മായയാണ്. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ എന്നാണ്. എൻ്റെ മായയെ കടക്കണമെങ്കിൽ എന്നെ ആശ്രയിക്കണം. അപ്പൊ അതുകൊണ്ട് ഭാഗവത ധർമാനുഷ്ഠാനം കൊണ്ട് ഭഗവാൻ പ്രസാദിച്ചതിൻ്റെ ലക്ഷണമായിട്ട് അന്യശാസ്ത്രങ്ങളിൽ തനിക്ക് ശ്രദ്ധയില്ലാതെ വരുന്നതിനെ ഭക്തൻ കണക്കാക്കും. ഈ നില തെറ്റാതിരിക്കാൻ അങ്ങനെ ഈ വീണ്ടും അതിനെ ഉറപ്പിക്കുക. അല്ലാതെ മറ്റുള്ളവരെ നിന്ദിച്ച് ഈശ്വരകോപം സമ്പാദിക്കരുത് എന്നാണ്. എന്നെ പോലെ ചെയ്യാത്തവരൊക്കെ ബുദ്ധിയില്ലാത്ത ആളുകൾ, അവരൊക്കെ അഭക്തന്മാര് എന്ന് പറഞ്ഞ് തള്ളുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാത്തവർ ബുദ്ധിയില്ലാത്തവരാണ്, ഒരർത്ഥവുമില്ല. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഭഗവാനാണ്. മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും ഭഗവാനാണ്. എൻ്റെ ഉള്ളിലെ ബുദ്ധി ഭഗവാനാണ്, മറ്റുള്ളവരുടെ ബുദ്ധിയും ഭഗവാനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും നമുക്ക് ഈശ്വരനല്ലാതെ കാണാൻ സാധിക്കില്ല. ശ്രവണം കീർത്തനം ധ്യാനം ഹരേരദ്ഭുത കർമ്മണ ജന്മകർമ്മ ഗുണാനാം ച തദർത്ഥേഖില ചേഷ്ടിതം. അത്ഭുത കർമ്മണ, ആശ്ചര്യപ്രവൃത്തി നടത്തുന്ന ആ ഭഗവാന്റെ ഹരിയുടെ ജന്മകർമ്മ ഗുണാനാം, ജന്മകർമ്മ ഗുണങ്ങളുടെ ശ്രവണം തന്നെ, കേൾവി, അതേപോലെ കീർത്തനം, കീർത്തിക്കൽ, ധ്യാനം, ഈ വിചാരം ചെയ്യുക, ഇതൊക്കെ ഭഗവാനു വേണ്ടി അഖില ചേഷ്ടിതം അതാവണമെന്നാണ്. ഭക്തന്മാരുടെ എല്ലാ സന്താപങ്ങളെയും സംഹരിക്കുകയാണ് ഹരിയുടെ അവതാരങ്ങളുടെ ലക്ഷ്യം തന്നെ. ഇപ്പൊ ശ്രീഹരി അങ്ങനെ അവതരിച്ചത് കൊണ്ട് ആ ഭഗവാൻ അത്തരം അവതാരങ്ങളിൽ ചെയ്ത പ്രവൃത്തികൾ, ഭഗവാൻ ഭക്തന്മാരോട് കാണിക്കുന്ന വാത്സല്യം, സ്നേഹം, കരുണ, അതേപോലെ ഇത് കേട്ട് സന്തോഷിക്കുകയും വീണ്ടും വീണ്ടും അത് കീർത്തിക്കുകയും ആ ഭഗവത് സ്വരൂപത്തെയും ലീലകളെയും ധ്യാനിക്കുകയും എത്രയോ അത്ഭുത പ്രകൃതികൾ ഭഗവാൻ ചെയ്തതുകൊണ്ട് അത് വീണ്ടും 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 കേൾക്കാൻ നമുക്ക് തോന്നുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതെല്ലാം ഭഗവാനെ പൂജിക്കാൻ തന്നെയുള്ളതാണ് എന്ന പരമാർത്ഥത്തിൽ നിന്ന് തെറ്റാതിരിക്കുക. ഇതാണ് ഭാഗവതന്റെ മുഖ്യധർമ്മം. ഏത് പ്രവൃത്തിയും ഈശ്വര പൂജയായിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇഷ്ടം ദത്തം തപോ ജപ്തം വൃത്തം യച്ചാത്മനപ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത് പരസ്മൈ നിവേദനം. ഇഷ്ടം, ആ യാഗാദി കർമ്മങ്ങൾ യജിക്കുക, അതിനാണ് ഇഷ്ടം എന്ന് പറയുക. വേദത്തിൽ പറഞ്ഞിട്ടുള്ള യാഗാദി കർമ്മങ്ങളെ ഇഷ്ടം എന്ന് പറയുന്നു. ഇഷ്ടി എന്നും പറയാറുണ്ട്, ഇല്ലേ? അതേപോലെ ദത്തം, ആ ദാനങ്ങൾ, കൊടുക്കുന്ന ദാനം, തപ, ഏകാദശി തുടങ്ങിയ വ്രതാനുഷ്ഠാനങ്ങൾ, ജപ്തം, മന്ത്രജപം, വൃത്തം, ചെയ്യുന്ന സകല പ്രവൃത്തിയും, ദാരാൻ, ഭാര്യ, സുതാൻ, പുത്രന്മാര്, ഗൃഹാൻ, വീടുകൾ, പ്രാണാൻ, ദേഹാദി പ്രാണപര്യന്തമുള്ളതൊക്കെ, ആത്മനഹ യത് പ്രിയ, തനിക്ക് എന്താണോ പ്രിയമായിട്ടുള്ളത്, ഇതിനോടൊക്കെ നമുക്ക് പ്രിയമാണ്, ഇതിനെ മുഴുവൻ, ഈ ഇഷ്ടമായത് മുഴുവൻ പരസ്മൈ നിവേദനം, ഭഗവാനായിട്ട് സമർപ്പിക്കണം എന്നാണ്. യാഗാദി കർമ്മം ചെയ്യുമ്പോൾ, സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള ദാനാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, കൽപ്പങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏകാദശി തുടങ്ങിയ വ്രതങ്ങളുടെ അനുഷ്ഠാനം, മന്ത്രാദി ജപം, ലൗകികമായും വൈദികമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, അതേപോലെ തനിക്ക് പ്രിയപ്പെട്ട ഭാര്യ, മക്കള്, ഗൃഹം, ധനം, അധികാരം, ഇന്ദ്രിയങ്ങള്, അന്ധക്കരണം, ഇതൊക്കെ തന്നെ ഭഗവാനായിട്ട് സമർപ്പിക്കണം. നാരായണായേതി
സമർപ്പയേതൽ. ഇതൊക്കെ ഭഗവാനെ ആരാധിക്കാനുള്ള നിമിത്തങ്ങൾ മാത്രമാണ് എന്ന് കരുതുകയും ഒരിക്കലും ഇത് തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് എന്ന് കരുതാതിരിക്കുകയും ചെയ്യണം. ഇതിനെയാണ് ആത്മസമർപ്പണം എന്ന് പറയുന്നത്. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യാം ചോഭയത്ര മഹൽസു നൃഷു സാധുഷു. ഇങ്ങനെയാണ് ഭഗവത് ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. നല്ല മനുഷ്യനായാൽ നല്ല ഭക്തനായി, നല്ല ഭക്തനായാൽ നല്ല മനുഷ്യനായി എന്നാണ്. അങ്ങനെ ഏവം കൃഷ്ണാത്മനാഥേഷു, കൃഷ്ണൻ തന്നെയാണ് ആത്മാവും രക്ഷിതാവും എന്ന് വിചാരിക്കുന്ന മനുഷ്യരിൽ സൗഹൃദം, സ്നേഹം, ഉഭയത്ര സ്ഥാവരജംഗമ എന്നിവയിൽ നൃഷു മനുഷ്യരിൽ വിശേഷിച്ചും അതിൽ സാധു ജനങ്ങളിൽ സജ്ജനങ്ങളിൽ പ്രത്യേകിച്ചും മഹൽസു ഭഗവത് ഭക്തന്മാരിൽ എല്ലാത്തിലും മീതയിരിക്കുന്ന പൂജയെ അഭ്യസിക്കണം. ശ്രീകൃഷ്ണൻ രക്ഷിതാവ്, അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന് ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ്. അങ്ങ് മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. മനുഷ്യരിൽ സ്നേഹാതിശയം വെക്കുക, വൃക്ഷാദി സ്ഥാവരങ്ങളെയും മനുഷ്യാദി ജംഗമങ്ങളെയും ഈശ്വരന്റെ സ്വരൂപമായി കണക്കാക്കുക, അതിനെയൊക്കെ പൂജിക്കുക. ഇതിൽ തന്നെ ഭഗവത് ഭക്തന്മാര്, ഇപ്പൊ തങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന സജ്ജനങ്ങൾ, ഇങ്ങനെയുള്ള സദാചാരങ്ങളെയാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിരന്തരം അനുഷ്ഠിക്കുമ്പോൾ ഇത് ഭഗവത് പ്രീതിക്ക് കാരണമായിട്ട് തീരും. വൃക്ഷാദികൾ അത് നട്ടുവളർത്തുക, അതിന് വെള്ളമൊഴിക്കുക, വളമിടുക, ഇതൊക്കെ ഭഗവാനുള്ള പൂജ തന്നെയാണെന്നാണ്. ഇതാണ് സ്ഥാവര പൂജ. അതേപോലെ തന്നെ ആ ദുഃഖിച്ചു നടക്കുന്ന മനുഷ്യര്, ഭിക്ഷാംദേഹികളായിട്ട് വരുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, പരോപകാരത്തിനായിട്ട് പ്രവർത്തിക്കുക, ഇതും ഈശ്വര പൂജ തന്നെയാണെന്ന്. ഭഗവത് ഭക്തന്മാരായ മഹാന്മാരെ ശുശ്രൂഷിക്കുക കുറച്ചുകൂടി ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. ഇങ്ങനെ പ്രവർത്തികൾ എല്ലാത്തിനേക്കാൾ ഉയർന്ന ഭജനമായിട്ട് ഭാഗവതം പറയുന്നു. വെറുതെ ഇരിക്കലല്ല, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഈശ്വരനെ പൂജിക്കേണ്ടത് ഈ തരത്തിലാണ്. ഇതൊക്കെ ഈശ്വര പൂജയാണ്, മാധവ പൂജയാണ് ആ മാനവ പൂജ എന്നുള്ളത്. മാനവ പൂജ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, അതും മാധവനെ പൂജിക്കൽ തന്നെയാണ്. ജനസേവയാണ് ജനാർദ്ദന സേവ, നരസേവയാണ് നാരായണ സേവ. അങ്ങനെ ഈ ലോകം മുഴുവൻ ഈശ്വരനാണ് എന്ന ബോധ്യം ഉണ്ടാവുക. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശ മിഥോ രതിർമിഥസ്തുഷ്ടിർ നിവൃത്തിർമിഥാത്മന. പാവനം ഭഗവദ്യശ, പരിപാവനമായിരിക്കുന്ന ഭഗവാന്റെ യശസ്സിനെ പരസ്പരാനുകഥനം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. മിഥോരതിയും, അന്യോന്യം പ്രീതി ഉണ്ടാവുക. മിഥസ്തുഷ്ടി, അന്യോന്യം സന്തോഷം പങ്കുവെക്കുക. അങ്ങനെ ആത്മനഹ, മനസ്സിന് അന്യോന്യം നിവൃത്തി എന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നാണ്. അറിവില്ലായ്മയാകുന്ന അജ്ഞാനമാകുന്ന തമസ്സിനെ ഇല്ലാതെയാക്കാൻ വിജ്ഞാനമാകുന്ന അറിവാകുന്ന ആ വെളിച്ചം കൊണ്ടേ സാധിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യശസ്സിനെ പരസ്പരം പങ്കുവെക്കുക. ഭഗവത് കഥകൾ ഇങ്ങനെയാണ് ഭക്തന്മാരുടെ സ്വഭാവം തന്നെ. വിതുരമൈത്രേയ സംവാദം കേൾക്കണമെന്ന് പരീക്ഷിത മഹാരാജാവ് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്ത് പറയുന്നതിന് കാരണം തന്നെ എന്താണ്? അവിടെ രണ്ടുപേരും ഭക്തന്മാരാണ്. അതേപോലെ വിതുരോദ്ധവ സംവാദം, ഇവിടെയൊക്കെ ഭക്തിയാണ്, പരസ്പരാനുകഥനം ആണ് അവർ ചെയ്യണത്. അങ്ങനെ ഭഗവത് ഭക്തന്മാരോട് സംസർഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാധന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. ഇങ്ങനെ ഭാഗവത ധർമ്മങ്ങൾ അഭ്യസിക്കുക. ഇങ്ങനെ അഭ്യാസകാലം മുതൽക്ക് തന്നെ അന്യോന്യം പ്രീതി ഉണ്ടാവും എന്നാണ്. അതേപോലെ മിഥസ്തുഷ്ടി, അന്യോന്യം സന്തോഷമുണ്ടാകും. നോക്കൂ, രാഗദ്വേഷാദി വൃത്തികളുടെ പുറപ്പാടിന് സംഗതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് കുറേശ്ശെ 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 നശിക്കുകയും ചെയ്യും. വിഷയങ്ങളിലുള്ള അത്യാശ ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഹൃദയ നൈർമല്യം ഉണ്ടാകും. ഭഗവത് കഥാ കീർത്തന ശ്രവണാദികളിൽ പ്രീതി അധികരിക്കും തോറും വിഷയവിസ്മൃതി, അതിനെക്കുറിച്ചുള്ള ചിന്ത, അതനുഭവിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെ ഇല്ലാതെയാണ്. നോക്കൂ, ചളിയില്ലാത്ത കണ്ണാടിയിലെ നമ്മുടെ പ്രതിബിംബം വേണ്ട പോലെ കാണാൻ സാധിക്കുകയുള്ളൂ.
നിർമ്മലമായ അന്ധകരണത്തിലെ ഈശ്വരൻ പ്രസാദിക്കുകയുള്ളൂ. കാരണം എന്താ? ഉപരി സുഖം കാക്ഷിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. അപ്പോൾ വിഷയസുഖത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സുഖം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ വിഷയസുഖങ്ങളെ നമ്മൾ ത്യജിക്കും. അങ്ങനെ വിഷയസുഖങ്ങളെ ത്യജിക്കുമ്പോൾ ദേഹാദികളിലുള്ള താല്പര്യം കുറയും. അപ്പൊ ദേഹാദികളിലുള്ള ആത്മത്വബുദ്ധി നശിച്ചോ? ആ ദേഹാദികളിലുള്ള ആത്മത്വബുദ്ധി നശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ അനർത്ഥമാകുന്ന വൃക്ഷത്തിന്റെ ഇലകൾ കൊഴിയാൻ തുടങ്ങും. അതിന് കാരണം എന്താ? അതിന്റെ മൂലം നശിക്കണു എന്നുള്ളത് കൊണ്ടാണ്. പ്രസന്നേ ത്വയ്യന്ത കിമവഹി ഫലം പുഷ്യതി നതേ. മനസ്സേ, നീ പ്രസാദിച്ചാൽ ലഭിക്കാത്ത എന്ത് സുഖമാണുള്ളത്? നിന്റെ പ്രസാദമാണ് വളരെ. അപ്പോ മനസ്വഭാവത്തെ കുറിച്ച് മഹാന്മാര് മനസ്സിനോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാനന്ദം അനുഭവപ്പെടണമെങ്കിൽ മനസ്സിനെ അടക്കണം. ഇതിനൊക്കെ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം വളരെ വിശേഷമാണെന്ന് പറയുകയാണ്. സ്മരന്ത സ്മാരയന്തശ്ചാമിഥൗഘൗഘഹരം ഹരിം ഭക്തിയാ സംജാതയാ ഭക്തിയാ ബിഭ്രത്യുൽപ്പുളകാം തനു അഘൗഘഹരം. സകല പാപങ്ങളെ നശിപ്പിക്കുന്ന ഹരിയെ സ്മരിക്കുകയും സ്മരിപ്പിക്കുകയും ചെയ്യുക. ഭഗവത് കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആ സാധനാഭക്തി കൊണ്ട് ഉണ്ടാകുന്ന ഭക്തി, ആ പരാഭക്തി ഉൾപ്പുളകാം തനും ബിഭ്രതി, രോമാഞ്ചത്തോടുകൂടിയ ശരീരത്തില് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ പരമാനന്ദം ഉണ്ടാവുക. ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെ പരമഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഭക്തിയുടെ പ്രാരംഭത്തിൽ അതിന് സാധനാഭക്തി എന്നാ പറയുക. ഈ സാധന ചെയ്ത് 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 ഭക്തി ബലപ്പെട്ടു വരും. അപ്പൊ പ്രേമലക്ഷണമായിരിക്കുന്ന പരമമായ ഭക്തി നമുക്കുണ്ടാവും. ആ ഹരിയെയും ഹരികഥകളെയും സ്മരിക്കുന്നവരും മറ്റുള്ളവരെ സ്മരിപ്പിക്കുന്നവരുമായ സജ്ജനങ്ങൾക്ക് പരമാനന്ദം വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവും? അവരുടെ കണ്ണുകൾ ചിലപ്പോൾ നിറഞ്ഞൊഴുകും, അവർക്ക് രോമാഞ്ചമുണ്ടാവും. അങ്ങനെയുള്ള ബാഹ്യമായ അടയാളങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരക്കാരിൽ. ഇത് സ്വാഭാവികമായിട്ട് വരുമ്പോൾ മാത്രമേ അതിന് ഭക്തി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ഭക്തനാണ് എന്ന് കാണിക്കാൻ സത്യത്തിൽ അങ്ങനെ ഇല്ലാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലെ കാണിക്കുകയും രോമാഞ്ചം അനുഭവപ്പെടുന്നത് പോലെ കാണിക്കുകയൊക്കെ ചെയ്താൽ അതിന് ഭക്തി എന്ന് പറയാൻ സാധിക്കില്ല. ക്വചിത് ദ്രുതന്തി അച്യുത ചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്തി അലൗകിക നൃത്യന്തി ഗായന്തി അനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണിം പരമേത്യ നിർവൃത എന്നാണ്. അലൗകിക ലോകവിലക്ഷണന്മാരായി ചിലപ്പോ രുദന്തി, ഒരു കരയും. അച്യുത ചിന്തയാ ഹസന്തി, ഭഗവാന്റെ വിചാരം കൊണ്ട് ചിരിക്കും. നന്ദന്തി, സന്തോഷിക്കും, സംസാരിക്കും. വദന്തി, നൃത്യന്തി, കളിക്കും. ഗായന്തി, പാടും. അജം അനുശീലയന്തി, ആ വിഷ്ണുവിനെ തന്നെ അഭിനയിക്കും. അങ്ങനെ പരമപദത്തെ പ്രാപിച്ചിട്ട് എത്തിയ നിർവൃത തൂഷ്ണീം ഭവന്തി. അത് കഴിയുമ്പോഴോ എല്ലാം ഒടുങ്ങി ശാന്തമായ കടൽ പോലെ അനങ്ങാതെ ഇരിക്കും എന്നാണ്. സ്വദേഹത്തെ മറക്കുകയാണ് അവര്. ദേഹത്തിൽ ഉള്ള അഭിമാനം കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കാത്തത്. എന്നാൽ മാനാപമാനങ്ങളില്ലാതെ ഒരു ബാലകനെ പോലെ ആയി തീരുമ്പോ ഈ തരത്തിൽ പരിഹാസാദി ലോക വ്യാപാരത്തെ അവർ ശ്രദ്ധിക്കുക പോലുമില്ല. ഭഗവാൻ മാത്രമേയുള്ളൂ സത്യം എന്ന ബോധ്യത്തിലേക്ക് അവർ എത്തും. അങ്ങനെയാണ് അവർ അലൗകികന്മാരായിട്ട് തീരുന്നത്. അങ്ങനെയുള്ള ആ ആനന്ദമൂർത്തിയെ അന്ധകരണത്തിൽ ചേർത്ത് വെച്ച ഭക്തന്മാര് ചിലപ്പോ കരഞ്ഞു എന്ന് വരാം. ചിലപ്പോ മനുഷ്യവേഷം സ്വീകരിച്ച ഭഗവാൻ ആടിയ ഓരോ ലീലകൾ, ഭഗവാൻ പാല് കട്ടുകുടിച്ചത്, വെണ്ണ മോഷ്ടിച്ചത്, ഗോപസ്ത്രീകളെയൊക്കെ സ്വാധീനപ്പെടുത്തി തന്നിൽ മയക്കി ലയിപ്പിച്ചത്, അതൊക്കെ ആലോചിക്കുമ്പോൾ, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവരുറക്കെ ചിരിക്കും. ചിലപ്പോ ആ ഭഗവാൻ കാണിച്ചതുപോലെ ഗോപികമാരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, നമ്മള് ആ യുഗളഗീതത്തിലും ഒക്കെ കണ്ടതാണ്. അതേപോലെ ഭഗവാനെ പോലെ അഭിനയിക്കും. ചിലപ്പോൾ ഭഗവാന്റെ പാദാദികേശങ്ങളെയും കേശാദിപാദത്തെയും ആ സൂക്ഷ്മബുദ്ധിയിൽ കാണും. അങ്ങനെ ഭഗവാനോട് ഐക്യം പ്രാപിക്കും. ഇതിനാണ് പരമസമാധി എന്ന് പറയുന്നത്.
അങ്ങനെ ബാഹ്യ ചിന്തകളൊന്നുമില്ലാതെ അന്ധക്കരണത്തിൽ ആ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ മാത്രം കണ്ടും കൊണ്ട് ഭഗവാൻ തന്നെയായി മാറും. ഇതാണ് വിദേഹപ്രാപ്തി എന്ന് പറയുന്നത്. മായാസന്തരണം, മായയെ മറുകര കടക്കാൻ സാധിക്കുക. ഇതി ഭാഗവതാൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുദ്ധയാ നാരായണപരോമായ മഞ്ജസ്തരതി ദുസ്തരാം. ഇങ്ങനെ ഭഗവാന്റെ പ്രീതിക്ക് ഉപകരിക്കുന്ന ധർമ്മങ്ങളെ അഭ്യസിച്ചും കൊണ്ട് തദുദ്ധയാ ഭക്തിയ, അതിൽ നിന്നുണ്ടായ ഭക്തിയിൽ നാരായണപരഹ, നാരായണപരനായി അഞ്ചഹ, സുഖമായിട്ട് ദുസ്തരാം മായാം തരതി, കടക്കാൻ കഴിയാത്ത മായയെ കടക്കുന്നു. ഇതാണ് ഭാഗവതധർമ്മം. ഭാഗവതധർമ്മം ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ക്രമേണ 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 ഭഗവത് ഭക്തി ഉണ്ടാവും, ഭഗവാനോട് ഐക്യം പ്രാപിക്കും. ഈ ജനന മരണമില്ലാത്ത ഭഗവാനുമായി ഐക്യം, ഇതാണ് മായാസന്തരണം. ജനന മരണങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുന്നത് മായാബാധ. ഇപ്പൊ ശ്രീമന്നാരായണനെ, ആ മായാതീതനായ ഭഗവാനുമായി ചേർന്നാൽ മായയിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ അടക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യുക, കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായി സങ്കല്പിക്കുക, അതേ കാണുള്ളൂ എന്ന് വെക്കുക. കേൾക്കണമെന്ന് കാതിന് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവത് കഥകളെ കേൾപ്പിക്കുക. ഇങ്ങനെ ഈ രൂപത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും സുഖിപ്പിച്ചുകൊണ്ട് ദോഷം ചെയ്യാനുള്ള ശക്തി നശിപ്പിച്ച് ഭഗവത് രൂപമാകുന്ന ഒന്നിലേക്ക് മാത്രം ചേർത്ത് വയ്ക്കുക. അങ്ങനെയാണ് മായയെ കടക്കാൻ സാധിക്കുക എന്ന് പ്രബുദ്ധൻ പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ പിപ്പലായന വാണി. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം.
പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.